ഇവിടെ ഒരാൾ ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡിക്ക് രാത്രി ഫുള്ള് കാവൽ നിൽക്കുന്നു. അപ്പോൾ തുമ്മൽ വന്നവൻ അറിയാതെ തുമ്മുന്നു. ഉടനെ ആ ഡെഡ് ബോഡി കണ്ണു തുറന്നു നോക്കുന്നു. അത് എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവൻ പേടിക്കുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ക് പീസ് വെച്ച് ചുറ്റും റൗണ്ട് വരയ്ക്കുന്നു. അവൻ പോലും പ്രതീക്ഷിക്കാതെ ആ റൗണ്ട് കടന്ന് ഒരടി പോലും മുന്നോട്ട് വരാൻ അതിന് സാധിക്കുന്നില്ല. അത് കണ്ടതിന് ശേഷമാണ് അവന് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നാലും അത് അവനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ രക്ഷപ്പെടുന്നതിനായി തന്റെ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ എത്ര നേരം ഇങ്ങനെ രക്ഷപ്പെടാനാകുമെന്ന് ആലോചിച്ച് പേടിക്കുന്നു. അപ്പോൾ കോഴി കൂവുന്ന ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട അടുത്ത നിമിഷം ആ ബോഡിക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ വീണ്ടും ആ ബോക്സിനകത്തേക്ക് പോകുന്നു. ആ ബോഡിയെ 3 ദിവസം ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന തീരുമാനത്തിലാണവൻ. അടുത്ത ദിവസം തനിക്ക് ചുറ്റും റൗണ്ട് വരച്ചതിന് ശേഷമാണ് പ്രാർത്ഥന തുടങ്ങിയത് തന്നെ. പക്ഷെ ഇപ്രാവശ്യം ആ ബോഡി മാത്രം വരാതെ ആ ബോക്സ് ഫുള്ളായി വന്ന് അവനെ തടയാൻ ശ്രമിക്കുന്നു. അത് എത്രയൊക്കെ പേടിപ്പിച്ചാലും അവൻ പേടിക്കാതെ റൗണ്ടിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഡെഡ് ബോഡി പിന്മാറാതെ റൗണ്ടിനകത്ത് കയറാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും രാവിലെയായി കോഴി കൂവിയതും ആ ബോഡി ബോക്സിനകത്ത് തന്നെ പോകുന്നു. പക്ഷെ 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ അതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാവാതെ അവൻ തന്നെ മരിക്കുന്നു.